10 പൈസയുടെ ചിലവില്ലാതെ ഒരു കെമിക്കലും ആഡ് ചെയ്യാതെ നമുക്ക് നമ്മുടെ മുടി കളർ ചെയ്തെടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലേ? പക്ഷേ ഇത് നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ. അടിപൊളിയാണ് റിസൾട്ട്. പെർഫെക്റ്റ് ആയിട്ട് ഇതാ നമ്മൾ പുറത്തുനിന്ന് കളർ ചെയ്യുന്നതിനേക്കാൾ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. ഒരിക്കലെങ്കിലും മുടി ഒന്ന് കളർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും. പക്ഷെ ഇപ്പോഴും നമ്മൾ എന്തുകൊണ്ടാണ് മടിക്കുന്നത്? പുറത്തുനിന്ന് നമ്മൾ കളർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുടി ഡാമേജ് ആയി പോവോ, ഹെയർ ഫാൾ സംഭവിക്കുമോ? അതൊക്കെയാണ് നമ്മളെ ഇപ്പോഴും പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന 2 ഫാക്ടേഴ്സ്. അതുപോലെ നമുക്ക് പുറത്തുനിന്ന് ഹെയർ കളർ ചെയ്യാനുള്ള പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങാൻ കിട്ടും. പക്ഷെ എന്നിട്ടും നമ്മൾ അതും ചെയ്യാൻ മടിക്കുന്നു. കാരണം എന്താ? നമ്മുടെ ഹെയർ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായാലോ എന്നുള്ളൊരു ചിന്തയാണ് അല്ലെ. അപ്പൊ അങ്ങനെ പേടിയുള്ളവർക്ക് വളരെ നാച്ചുറൽ ആയിട്ട് മുടിക്ക് യാതൊരുവിധ പ്രോബ്ലം ഇല്ലാതെ എങ്ങനെ ഹെയർ കളർ ചെയ്യാന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോണത്. പറയുന്ന സ്റ്റെപ്സ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യണം. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. കാരണം ഇടയിൽ എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് മിസ്സായി കഴിഞ്ഞിട്ട് പിന്നെ അയ്യോ എനിക്ക് വർക്ക് ആയില്ലല്ലോ എന്ന് പറയരുത്. അതുകൊണ്ട് ഫുൾ ആയിട്ട് വീഡിയോ കാണാം. പിന്നെ നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കും, അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് മറന്നു പോകും. അപ്പൊ നമുക്ക് നേരെ തന്നെ വലിച്ചു നീട്ടാതെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ഹെയർ കളർ ചെയ്യേണ്ട അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ബീട്രൂട്ട് എടുക്കുക. ബീട്രൂട്ട് നന്നായിട്ട് മുറിച്ച് ഇതുപോലെ വെക്കണം. അപ്പോൾ ഞാൻ ഒന്നാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് മുറിച്ചിട്ട് ഇതുപോലെ പീസാക്കി വെച്ചിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ നമുക്കിത് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് മിക്സിയിലിട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ മിക്സിയിലിട്ട് അരച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ നീര് ഇതുപോലെ ഒരു അരിപ്പ യൂസ് ചെയ്തിട്ട് വെള്ളം അതിൻ്റെ ആ നീര് മാത്രം നമുക്ക് ഇതുപോലെ എടുക്കാം കേട്ടോ. ഒരു പാത്രത്തിലേക്ക് എടുക്കുക. നെക്സ്റ്റ് നമ്മൾ അതിലേക്ക് മുൾട്ടാനി മിട്ടി ആഡ് ചെയ്യാം കേട്ടോ. മുൾട്ടാനി മിട്ടി നമുക്ക് ഹെയറിന് നല്ലതാണ്. അപ്പോൾ നമുക്ക് അത് എത്ര അളവ് എന്ന് ഞാൻ പറയുന്നില്ല, നമ്മൾ എത്ര നീരെടുത്തിട്ടുണ്ടോ അതിനനുസരിച്ച് ഒരു പാകത്തിന് നമുക്കറിയാമല്ലോ ഏകദേശം ആ ഒരു രീതിയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു രീതിയിൽ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കത് കിട്ടും. നമ്മുടെ നാച്ചുറൽ ഹെയർ കളർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഇത് ചെയ്യാൻ പോകുന്നതിന് മുൻപ്, അതായത് നിങ്ങളുടെ ഹെയർ നല്ല ഡ്രൈ ആയ ഹെയറിൽ വേണം ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് ചെയ്യാൻ പോകുന്നതിന് മുൻപ് തലേ ദിവസം തന്നെ നിങ്ങൾക്ക് ഹെയർ ഒന്ന് ഡ്രൈ ആക്കി വെക്കാം. ഷാമ്പു യൂസ് ചെയ്തിട്ട്, ഓയിലി ഹെയർ ആണെങ്കിൽ ഷാമ്പു യൂസ് ചെയ്തിട്ട് ഒന്ന് ഡ്രൈ ആക്കി വെക്കാം. കാരണം ഓയിലി ഹെയറിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ശരിക്കും അങ്ങോട്ട് പിടിക്കില്ല. അതുകൊണ്ട് നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് വേണം ഇത് അപ്ലൈ ചെയ്ത് തുടങ്ങാൻ. നെക്സ്റ്റ് സ്റ്റെപ്പ്, ഒരു മോയ്സ്ചറൈസർ എടുത്തിട്ട് ഞാൻ എൻ്റെ ഈ ഒരു സൈഡിലൊക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതെന്താണെന്ന് വെച്ചാൽ ആ ഭാഗത്തേക്കൊക്കെ നമ്മൾ തലയിൽ ഈ ഒരു കളർ ചെയ്യുന്ന സമയത്ത് പടർന്ന് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവിടേക്ക് കളർ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. ഒന്നുകിൽ മോയ്സ്ചറൈസർ ഏതെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ വല്ല വാസ്ലിനോ മറ്റോ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ്, നമ്മുടെ ഹെയർ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് ചീകി മിനുക്കുക. അതായത് ഒരു കെട്ട് പോലും ഉണ്ടാവരുത്. ജടയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കിയിട്ട് വേണം നമുക്കിത് അപ്ലൈ ചെയ്ത് തുടങ്ങാം. അപ്പോൾ നന്നായിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. ഇനി നമുക്കിത് അപ്ലൈ ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിന് മുൻപ് നമ്മുടെ ഹെയർ ഓരോ സെക്ഷൻസ് ആയിട്ട് എടുക്കുക. അപ്പോൾ ഇത് മൊത്തം അപ്ലൈ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ചില പെർട്ടിക്കുലർ ഹെയർ മാത്രം മതിയെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു സെക്ഷൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിതാ ഈ ഒരു സംഭവം ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ബ്രഷിനേക്കാളും എനിക്ക് കൂടുതൽ കംഫർട്ട് കൈയാണ്. അപ്പം ഞാൻ ഹെയർ മൊത്തം ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് കുറേ നേരത്തേക്കുള്ളൊരു പണിയുണ്ട് കേട്ടോ. കാരണം എല്ലാ ഹെയർസും ഇതുപോലെ ഇങ്ങനെ പാർട്ടീഷൻസ് എടുത്ത് ചെയ്യണമല്ലോ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പോർഷൻസ് ഒക്കെ എടുത്തിട്ട് ചെയ്താൽ മതി. ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വർക്ക് ആവുന്നുണ്ടോ എന്ന് അറിയാമല്ലോ. അപ്പം ഞാനിതാ ഈ ഒരു പോർഷൻ ഒരുവിധം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എനിക്ക് കുറേ നേരം ചെയ്യാനുള്ളൊരു കാര്യമായതുകൊണ്ട് തന്നെ ഞാനിത് വലിച്ചു നീട്ടേണ്ട വീഡിയോ എന്ന് വെച്ചിട്ട് ഞാൻ വീഡിയോ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് ഇട്ടിരിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കില്ലല്ലോ. അപ്പം ഞാൻ ഈ സൈഡിൽ ഫ്രണ്ടിലത്തെ പോർഷൻസ് കഴിഞ്ഞപ്പോൾ ഞാൻ മറ്റേ സൈഡിലും കൂടി ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ബാക്ക് സൈഡ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ബാക്ക് സൈഡ് നിങ്ങൾ ചെയ്യുമ്പോൾ ആരുടെയെങ്കിലുമൊക്കെ ഹെൽപ്പ് ചോദിക്കുന്നതായിരിക്കും നല്ലത്. വീട്ടിലുള്ള ആരുടെയെങ്കിലും ഹെൽപ്പ്. എനിക്കിപ്പോൾ ചെയ്തു തരാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്വയമായിട്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാനിതാ എനിക്ക് ആവുന്ന പോലെയൊക്കെ അങ്ങ് ചെയ്തു. പിന്നെ ഇതാ നമുക്ക് സ്കാൽപ്പിലാവുമെന്നുള്ള പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം മുൾട്ടാനി മിട്ടി ഹെയറിന് നല്ലതാണ്. ബീട്രൂട്ട് ആയാലും അടിപൊളിയാണ്. നമ്മുടെ കളറിങ് പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് നമ്മുടെ മെയിൻ സ്റ്റെപ്പ്, അതായത് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇത് വെക്കേണ്ട ഒരു വലിയ ടാസ്ക് തന്നെയാണ്. ഇത് നമ്മുടെ തലയിൽ വെച്ചിട്ട് നമ്മളൊരു 6 hours എങ്കിലും ഇതുപോലെ ഇരിക്കണം. അതായത് ഒന്നുകിൽ നമുക്ക് ഇതെങ്ങനെയും കെട്ടി വെക്കാം കേട്ടോ. നമുക്ക് മുകളിൽ കെട്ടി വെക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ തൽക്കാലം കെട്ടിവെക്കാനുള്ള സാധനം ഇല്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. പക്ഷെ ഇങ്ങനെ ഇരിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് അറിയാം. നമുക്ക് താൽക്കാലികമായി എന്തെങ്കിലും കവറൊക്കെ യൂസ് ചെയ്ത് കെട്ടിവെക്കാം. അപ്പം ഇങ്ങനെ 6 hours എന്തായാലും ഇരിക്കണം, എന്നാൽ മാത്രമേ കളർ പിടിക്കുള്ളൂ. കാരണം ഇത് നമ്മൾ നാച്ചുറലായിട്ട് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നൊരു റിസൾട്ട് കിട്ടില്ല.
പിന്നെ മാത്രമല്ല എല്ലാവർക്കും ചിലപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ തന്നെ ആ ഒരു കളർ അത്രയും നന്നായിട്ട് കളർ കിട്ടിക്കൊള്ളണമെന്നില്ല. ആളുകൾക്ക് ഒരു 2-3 തവണ ചെയ്താലേ ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയണ്ട. ഒരു 2-3 തവണ ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ ചില ആളുകൾക്ക് ചിലപ്പോൾ വേഗം മുടിയിൽ പിടിക്കും. അപ്പം നമ്മളൊരു 6 hours എന്തായാലും വെച്ചിരുന്നാൽ മാത്രമേ മുടിയിൽ ആ ഒരു കുറച്ച് കളറെങ്കിലും കിട്ടുള്ളൂ. പിന്നെ ഇത് ഒരിക്കലും പെർമനന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ അല്ല, പെർമനന്റ് ഹെയർ കളറിങ്ങും അല്ല. കാരണം ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു സംഭവമാണല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ കെമിക്കൽസും കാര്യങ്ങളും ഒന്നുമില്ല. അതുകൊണ്ട് കുറേ കാലത്തേക്ക് നിൽക്കുമെന്ന് വിചാരിക്കരുത്. ഒരു 2-3 ഹെയർ വാഷ് കഴിയുമ്പോഴേക്കും തന്നെ ആ ഒരു കളർ പോവും, നമ്മുടെ നോർമൽ ഹെയറിലേക്ക് തന്നെ വരും. അപ്പൊ നമുക്ക് ടെമ്പററി ആയിട്ട് എന്തെങ്കിലും ഒരു ഹെയർ കളർ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ മാത്രം ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോൾ ഹെയർ കളർ ചെയ്ത് പോകണം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് മാത്രം ഈ ഒരു റെമഡി പരീക്ഷിച്ച് നോക്കാം. അപ്പൊ ഒറ്റ തവണയെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക. ഹെയർ കളർ ചെയ്യാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ഒരു തവണ ഒരു ചെയ്യാവുന്ന ഒരു വളരെ ഈസി ആയിട്ടുള്ള ഒരു നാച്ചുറൽ ഹെയർ കളറിംഗ് പ്രോസസ്സാണ് ഇത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വരാം. അതുവരെ ബൈ.